ത്രിയേക ദൈവത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 15-ാം ദിവസമായ ഇന്ന് നമ്മുടെ ഏറ്റവും ആഴമേറിയ ആവശ്യങ്ങൾ യേശു തമ്പുരാൻ അറിയുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. നാം തളർവാദ രോഗിയുടെ ആ രോഗശാന്തിയെക്കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. തളർവാദ രോഗി ശാരീരികമായ രോഗശാന്തിക്കായിട്ട് വന്നു. എന്നാൽ യേശു തമ്പുരാൻ ആദ്യം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. ഇത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ആത്മീയ രോഗശാന്തിയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. പലപ്പോഴും നമ്മൾ ബാഹ്യ പ്രശ്നങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ യേശു തമ്പുരാനാകട്ടെ നമ്മുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഏറ്റവും ആഴമേറിയ മുറിവുകൾ വിട്ടുകൊടുക്കുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ടോ? ഇന്ന് നമ്മുടെ ആഴമേറിയ മുറിവുകളെ യേശു തമ്പുരാൻ്റെ അടുക്കിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സമയമെടുക്കാം. യേശു തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ ആ ആഴമേറിയ ആ മുറിവുകളെ തുടച്ച് നീക്കുവാനും അവ കഴുകുവാനും നല്ല ഹൃദയം നമുക്ക് പുനഃസ്ഥാപിക്കുവാനും നമ്മെ ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.